ഹരേ കൃഷ്ണ. പാർവതി ദേവിയുടെ ജനനം. പരാശക്തിയായ ദേവി സതീദേവിയായി അവതരിച്ച കാലത്ത് ഹിമവാന്റെ പത്നിയായ മേനയ്ക്ക് സതീദേവി തന്നെ മകളായി ജനിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഈ ആഗ്രഹം മേന സതീദേവിയോട് പറഞ്ഞിരുന്നു. അപ്പോൾ സതീദേവി മേനയ്ക്ക് വാക്കുകൊടുത്തിരുന്നു, അടുത്ത ജന്മത്തിൽ മേനയുടെയും ഹിമവാന്റെയും പുത്രിയായി ജനിക്കുമെന്ന്. അങ്ങനെ സതീദേവി ദക്ഷൻ്റെ യാഗാഗ്നിയിൽ ചാടി ദേഹത്യാഗം ചെയ്തതിന് ശേഷം ഹിമവാനും മേനയും ദേവിയെ പൂർണ്ണാവതാര രൂപത്തിൽ പുത്രിയായി ലഭിക്കുന്നതിനും ശ്രീ പരമേശ്വരൻ ദേവിയെ അപ്രകാരം തൻ്റെ പത്നിയായി ലഭിക്കുന്നതിനും വേണ്ടി കഠിനവും ഏകാഗ്രവുമായ തപസ് അനുഷ്ഠിച്ചു. അങ്ങനെ ഒടുവിൽ ജഗദംബ മൂലപ്രകൃതിയുടെ സാക്ഷാൽ ഭഗവതി സമ്പൂർണ്ണ ഭാവത്തോടുകൂടി മേനയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു. താമരപ്പൂ പോലെ മനോഹരിയായ ഒരു പെൺകുഞ്ഞിനെ മേന പ്രസവിച്ചു. തേജോമയവും അഭൗമസുന്ദരവുമായ ആ മേനിയിൽ നിന്ന് അലൗകിക സൗരഭ്യം വഹിച്ചുകൊണ്ട് കുളിർക്കാറ്റ് ഭൂമിയിലാകെ സഞ്ചരിച്ചു. ത്രിനയനങ്ങളും 8 തൃക്കൈകളും സുന്ദരമായ താമര പോലെയുള്ള മുഖവും കാരുണ്യമൊഴുകുന്ന ഭാവവുമായി പരാശക്തിയായ ജഗദംബിക തൻ്റെ സ്വന്തം പുത്രിയായി ജനിച്ചതിൻ്റെ ആഹ്ലാദം ഹിമവാന് മറച്ചുവെക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം കനകരത്ന സഞ്ചയവും വിത്തവും പട്ടുവസ്ത്രങ്ങളും ഗോക്കളും ഗ്രാമങ്ങളും എല്ലാം ബ്രഹ്മജ്ഞാനികളായ ബ്രാഹ്മണർക്കും ഭൂസുരർക്കും മറ്റും ദാനം ചെയ്ത് ചാരിതാർത്ഥനായി. മഹാദേവി ഹിമവാന്റെ പുത്രിയായി ജനിച്ചിരിക്കുന്നു എന്ന വാർത്തയറിഞ്ഞ് മുനിജനങ്ങളും ദേവകളും ഉൾപ്പെടെ ധാരാളം പേർ ആ ദിവ്യ ശിശുവിനെ കാണാനെത്തി. ആനന്ദാമൃതം നുകർന്ന് സ്വയം മറന്ന ഹിമവാൻ സാക്ഷാൽ ശ്രീദേവിയെ മനസ്സിൽ നിറച്ചു പ്രാർത്ഥിച്ചു. നിത്യയും ത്രിഗുണാത്മികയുമായ ദേവി പുത്രിയായി ജനിച്ചതിനാൽ തന്നെ എൻ്റെ ജന്മജന്മാന്തരങ്ങളിലെ പുണ്യമെല്ലാം സഫലമായി തീർന്നിരിക്കുന്നു. ദേവി അവിടുത്തേക്ക് പല രൂപങ്ങളും ഭാവങ്ങളും ഉള്ളതായി ഞാൻ അറിഞ്ഞിരിക്കുന്നു. ആ രൂപഭാവങ്ങൾ വെളിപ്പെട്ടു കാണാൻ ഈ ഉള്ളവന് അതിയായ ആഗ്രഹമുണ്ട്. എന്നിൽ കരുണ കാട്ടേണമേ ദേവി മഹാമായേ. ഈ ഉള്ളഴിഞ്ഞ പ്രാർത്ഥന കേട്ട് സന്തുഷ്ടയായ മഹാദേവി തൻ്റെ അഭൗമമായ വിഭിന്ന രൂപങ്ങൾ കാണുന്നതിന് ഹിമവാന് ദിവ്യദൃഷ്ടി നൽകി അനുഗ്രഹിച്ചു. ദിവ്യചക്ഷുസ് കൈവന്നതോടെ ഹിമവാൻ ശ്രീ മഹാദേവിയുടെ ആദ്യത്തെ രൂപം ദർശിച്ചു. അപ്പോൾ ദേവി ദിവ്യകാന്തിയുള്ള 5 തിരുമുഖങ്ങളോടും ചന്ദ്രകലയോടുകൂടിയ ശിരസ്സും ജടാമകുടവും കയ്യിൽ ത്രിശൂലം പിടിച്ചിരിക്കുന്നു. മൃഗത്തോലാണ് ഉടുത്തിരിക്കുന്നത്. ആഭരണമായി സർപ്പങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള രൗദ്രഭാവത്തിലുള്ള ദേവിയെയാണ് ഹിമവാൻ കണ്ടത്. ഈ രൂപം കണ്ട ഹിമവാൻ ദേവിയെ നിർനിമേഷനായി നോക്കി നിന്നുപോയി. അപ്പോൾ തന്നെ ദേവിയെ മറ്റൊരു രൂപത്തിൽ ഹിമവാൻ ദർശിച്ചു. 4 കൈകളിലായി ശംഖ്, ചക്രം, ഗദ, താമര എന്നിവ ധരിച്ചിരിക്കുന്നു. കരിനീല വർണ്ണത്തിലുള്ള കണ്ണുകൾ, വളരെ ഭംഗിയുള്ള പാദകുസുമങ്ങൾ,
പട്ടുവസ്ത്രങ്ങളും വിശേഷപ്പെട്ട ആഭരണങ്ങളും അണിഞ്ഞിരിക്കുന്നു. ഇപ്രകാരമുള്ള വൈഷ്ണവമായ ദേവീരൂപം ഹിമവാന്റെ അകം കുളിർപ്പിച്ചു. പിന്നീട് ദേവി ദർശനം നൽകിയത് അസംഖ്യം വരുന്ന തൃക്കൈകളോടും അടിമുടി തേജസ് വഴിഞ്ഞൊഴുകുന്ന ശരീരകാന്തിയോടെയുമാണ്. തുടർന്ന് കരിങ്കൂവളത്തിൻ്റെ വശ്യമായ നിറത്തിലും വനമാലയണിഞ്ഞും ശോഭിക്കുന്നവളായി ദേവിയെ കണ്ടു. ഈ വിഭിന്ന രൂപങ്ങളിലുള്ള ദേവിയുടെ ദർശന സൗഭാഗ്യം സിദ്ധിച്ച പർവ്വതനാഥൻ ഹിമവാൻ സർവേശ്വരിയെ ഇപ്രകാരം സ്തുതിച്ചു. പ്രപഞ്ചകാരുണ്യയായ ദേവി സർവേശ്വരി, ഈ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം യഥാർത്ഥത്തിൽ സാക്ഷാൽ ഭഗവതി തന്നെയാകുന്നു. പത്മസംഭവനായ ബ്രഹ്മാവും വൈകുണ്ഠനാഥനായ വിഷ്ണുവും നീലകണ്ഠനായ ശിവനും അമ്മയുടെ തന്നെ ശ്രേഷ്ഠ കൽപ്പനകളാകുന്നു. ത്രിഗുണാത്മികെ, അവിടുന്ന് തന്നെ വാഗീശ്വരിയും അന്നപൂർണേശ്വരിയും യജ്ഞവും ഹവ്യവും അവിടുന്ന് തന്നെ. സാക്ഷാൽ ദുർഗയും 3 ലോകത്തിനും മൂലാധാരമായ സർവേശ്വരിയും നീ തന്നെ. മഹാമായേ, പ്രസീദ പ്രസീദ. കോടി സൂര്യപ്രഭ ചേർന്ന സൗന്ദര്യ സാക്ഷാത്കാരമായി 8 തൃക്കരങ്ങളോടുകൂടി എൻ്റെ പുത്രിയായി ദേവി ജന്മമെടുത്തു. ജ്ഞാനസ്വരൂപിണിയും അനുപമ കൃപാവാരിധിയുമാണ് അവിടുന്ന്. പുതുവർഷ കാർമേഘത്തിനൊത്ത ലാവണ്യം, മതിമോഹന നയനങ്ങൾ, വശ്യമധുരമായ മുഖാരവിന്ദം, അഭൗമസുന്ദരമായ വനമാലകൾ അണിഞ്ഞു വിളങ്ങുന്ന തിരുമാറിടം, അംഗോപാംഗങ്ങളെല്ലാം ശ്രേഷ്ഠമായി ഒത്തിണങ്ങിയ ഭവതിയുടെ രൂപം അത്ഭുതമെന്നേ പറയണ്ടു. അവിടുത്തെ തിരുരൂപം എങ്ങനെ വർണ്ണിക്കാനാണ്? എത്ര വർണ്ണിച്ചാലാണ് അത് പൂർത്തിയാവുക? ജ്ഞാനാംബികയായ ഭഗവതി എൻ്റെ പുത്രിയായി അവതരിക്കുക വഴി എൻ്റെ ഇതുവരെയുള്ള തപസ്സും ജന്മം തന്നെയും സഫലമായി. അംബികയുടെ മായാവിലാസങ്ങൾ അപാരം തന്നെ. എത്ര ഭാഗ്യവാനാണു ഞാൻ! ഹിമവാന്റെ ഇങ്ങനെയൊക്കെയുള്ള സ്തുതി കേട്ട് മഹാദേവി അത്യധികം സന്തുഷ്ടചിത്തയായി. നിരന്തരം ഹിമവാന്റെയും മേനാദേവിയുടെയും മുമ്പിൽ കാരുണ്യപൂർവം പ്രത്യക്ഷയായ ദേവി അവർക്ക് ജീവിതത്തിൽ സർവ്വവിധ നന്മകളും നിത്യമായി അനുഭവിക്കാൻ ഇടവരുമെന്ന് അരുളി ചെയ്തു. അപ്പോൾ ബ്രഹ്മജ്ഞാനം പകർന്നു തന്ന് അനുഗ്രഹിക്കാൻ കനിവുണ്ടാകണമെന്ന് ഹിമവാൻ ദേവിയോട് അപേക്ഷിച്ചു. വിജ്ഞാനക്ഷുത്ത് ബാധിച്ച ഹിമവാന്റെ അപേക്ഷ ദേവി അനുഭാവപൂർവം കൈക്കൊണ്ടു. ബ്രഹ്മവിദ്യാസാരം ദേവി അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുത്തു. യോഗസാരം എന്ന ബ്രഹ്മവിദ്യാവിശേഷമാണ് പ്രാരംഭമായി ദേവി ഹിമവാൻ ഉപദേശിച്ചു കൊടുത്തത്. സിദ്ധമന്ത്രത്തിൻ്റെ ശക്തിയും മഹാസിദ്ധിയും ഉൾക്കൊണ്ട ബ്രഹ്മജ്ഞാനദാനമായിരുന്നു അത്. ഏകാഗ്രതയോടെയും വിശ്വാസത്തോടെയും വേണം യജ്ഞവും പൂജയും അർച്ചനയും ചെയ്യേണ്ടത്. വിദ്യാസമ്പാദ്യം മോക്ഷത്തിലേക്ക് നയിക്കുന്നു. ധർമ്മസംരക്ഷണം ഭക്തിമാർഗത്തിൻ്റെ അടിസ്ഥാനമാകുന്നു. സച്ചിദാനന്ദ സ്വരൂപിണിയും മൂലപ്രകൃതിയുമായ ഞാൻ ഏകയാകുന്നു. ദേവവൃന്ദം എൻ്റെ അംശസംഭവരാകയാൽ അവർ എൻ്റെ ഇഷ്ടങ്ങൾക്കിണങ്ങും വിധം ധർമ്മം അനുഷ്ഠിക്കണം. അനുചിതമായ കാമം ഉപേക്ഷിക്കണം. എന്നിൽ വിശ്വാസമർപ്പിച്ച് ആത്മസാക്ഷാത്കാരത്തിനു വേണ്ടി ശ്രമിക്കുന്നവർക്ക് ലൗകികമായ ഭവക്ലേശം ഉണ്ടാവുന്നതല്ല. ഭക്തിപൂർവം തൻ്റെ വാക്കുകൾ ശ്രവിച്ചു നിൽക്കുന്ന ഹിമവാന് ദേവി സംസാര ദുഃഖത്തിൽ നിന്നുള്ള മോചനമാർഗം വിശദീകരിച്ചു കൊടുത്തു. വിദ്യ എന്നത് ജ്ഞാനമാണ്. അവിദ്യ എന്നത് അന്ധകാര സമാനമായ അജ്ഞാനവുമാണ്. അഹങ്കാരം, ഇന്ദ്രിയം, ദേഹം, മനസ്സ്, ജീവൻ, ബുദ്ധി എന്നിവ അയഥാർത്ഥ്യമാണെന്ന ബോധത്താൽ
നയിക്കപ്പെടുന്നവനാണ് വിദ്യാസമ്പന്നൻ. അവൻ നിരാമയനും നിർമ്മമനും അസംഖ്യനുമാകുന്നു. അവർ ഇന്ദ്രിയങ്ങൾക്ക് അലൗകികമായ പ്രകാശം നൽകുന്നു, സ്വയം പ്രകാശിക്കുന്നു. ശരീരം രാഗാദി ദോഷങ്ങളുടെ ഇരിപ്പിടമാണ്. അവ സൽക്കർമ്മങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നു. പഞ്ചഭൂതാത്മകമായ ഈ ശരീരം കേവലം നശ്വരമാണ്. ഇത് ജീവൻ വെടിയുമ്പോൾ ചിതയിലെരിഞ്ഞ് ഭസ്മമായോ പട്ടിയോ കുറുനരിയോ ആഹരിച്ചോ ചിതലരിച്ചോ പ്രപഞ്ച പഞ്ചഭൂതങ്ങളോട് ലയിച്ചു ചേരുന്നു. എന്നാൽ ആത്മാവിനു മാത്രം മരണമില്ല. ഈ ആത്മസത്യം സ്വാംശീകരിക്കുമ്പോൾ മാത്രമേ രാഗദ്വേഷങ്ങളൊഴിഞ്ഞ് ധർമ്മനിഷ്ഠർക്ക് ദുഃഖത്തിൻ്റെ കുടുക്കിൽ നിന്ന് മോചനം നേടാൻ കഴിയൂ. ശ്രീദേവി പകർന്നു നൽകുന്ന ബ്രഹ്മജ്ഞാനം നുകർന്നു നിൽക്കുന്ന ഹിമവാൻ ചിന്തോദീപകമായ ഒരു ചോദ്യമുതിർത്തു. വാസ്തവത്തിൽ ദുഃഖം അനുഭവിക്കുന്നത് ആത്മാവോ അതോ ശരീരമോ? ദേവി ഇതിന് മറുപടി പറഞ്ഞു, ആത്മാവിൻ്റെ മായാവിശേഷമാണ് വാസ്തവത്തിൽ ഇഹലോക ജീവിതത്തിലെ സുഖദുഃഖങ്ങൾക്ക് കാരണമാകുന്നത്. ഒരു കണ്ണാടിയിൽ ഏതു നിറം പുരട്ടുന്നുവോ ആ നിറത്തിൽ കണ്ണാടി ദൃശ്യമാകുന്നു. എന്നാൽ നിറങ്ങളൊന്നും പുരളാതിരുന്നാൽ സ്ഫടികം അതിൻ്റെ സ്വന്തമായ ശുദ്ധനിറം പ്രദർശിപ്പിക്കുന്നു. ഇതുപോലെയാണ് ആത്മാവിൻ്റെ തനിമയും. രാഗദ്വേഷാദികളുടെ സാന്നിധ്യത്തിൽ ആത്മാവിന് ഭാവപകർച്ച ഉണ്ടാകും. എന്നാൽ സൂക്ഷ്മ സ്വഭാവത്തിൽ അത് പൂർണ്ണമായും പരിശുദ്ധവുമാണ്. ജീവൻ്റെ നിത്യസഹായികളാണ് ബുദ്ധി, മനസ്സ്, പഞ്ചേന്ദ്രിയങ്ങൾ തുടങ്ങിയവ. ശാരീരിക സുഖ ദുഃഖങ്ങൾ ഇവയെ നിയന്ത്രിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. അതിനാൽ ആത്മശക്തി കൊണ്ട് മതിമോഹത്തെ ഉപേക്ഷിക്കണം. എന്നാൽ മാത്രമേ ദുഃഖത്തെയും സുഖത്തെയും ഒരേ മനസ്സോടെ കാണാൻ കഴിയുകയുള്ളൂ. മനസ്സിനെയും ബുദ്ധിയെയും ശരിയായ കർമ്മമാർഗത്തിൽ നിലയ്ക്കു നിർത്തുമ്പോൾ ദുഃഖത്തിൽ നിന്നുള്ള മോചനം സാധ്യമാകുന്നു. ഉറച്ച വിചാരധീരത കൊണ്ടേ ഇത് സാധ്യമാകൂ. സശ്രദ്ധം ദേവി വചനാമൃതം നുകർന്നു നൽകുകയായിരുന്ന ഹിമവാൻ പിന്നെയും ഒരു സംശയമുണർത്തി. പഞ്ചഭൂതാത്മകമായ ശരീരം ജന്മമെടുക്കുന്നതിനെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിന് അറിയാൻ താല്പര്യമുണ്ടായത്. സർവജ്ഞയായ ദേവി അതിനു മറുപടിയായി പറഞ്ഞു, പഞ്ചമഹാഭൂതങ്ങളായ മണ്ണ്, അതായത് ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം ഇവ കൊണ്ടാണ് ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ജീവജാലങ്ങൾ 4 പ്രകാരത്തിലാണ് ജന്മമെടുക്കുന്നത്: യോനിജങ്ങൾ, അണ്ഡജങ്ങൾ, സ്വേദജങ്ങൾ, ഉദ്ഭിജങ്ങൾ എന്നിങ്ങനെ. ഇവയിൽ യോനിജങ്ങൾ ബീജാധാനത്തിലൂടെ ഗർഭാശയത്തിൽ ഭ്രൂണമായി ജനിച്ച് വളർന്ന് യോനിയിലൂടെ യഥാകാലം പുറത്തു വന്ന് ജീവിച്ച് മരിക്കുന്നവയാണ്. മനുഷ്യരും മൃഗങ്ങളും ഇപ്രകാരമുള്ളവയാണ്. പക്ഷികൾ, ഉരകങ്ങൾ, മത്സ്യങ്ങൾ എന്നിവ അണ്ഡജങ്ങളാകുന്നു. അപൂർവം ജലജന്തുക്കൾ യോനിജങ്ങളായും പിറക്കുന്നുണ്ട്. വിയർപ്പിൽ നിന്നും ജനിക്കുന്നവയാണ് സ്വേദജങ്ങൾ. മുട്ട, പേൻ, ഉണ്ണി, പുഴു, ചെള്ള് തുടങ്ങിയവ ആൺ പെൺ ഇണചേരൽ കൂടാതെ ജനിക്കുന്ന സ്വേദജങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി ഉദ്ഭിജങ്ങൾ. ഇവ വിത്തുകളിൽ നിന്നോ കിഴങ്ങുകളിൽ നിന്നോ തണ്ടുകളിൽ നിന്നോ ഇലകളിൽ നിന്നോ വേരുകളിൽ നിന്നോ പൊട്ടിമുളച്ച് മേൽപോട്ട് വളരുന്നവയാണ്. സസ്യജാലങ്ങളെല്ലാം ഉദ്ഭിജങ്ങൾ ആകുന്നു. യോനിജത്താൽ ഉണ്ടാകുന്ന ജീവജാലങ്ങൾ പുരുഷ ശുക്ലത്തിനാൽ സ്ത്രീ യോനിയിലൂടെ ഗർഭപാത്രത്തിൽ കടന്ന് ഭ്രൂണരൂപത്തിൽ സുപ്താവസ്ഥയിൽ വളർന്ന് യോനി കവാടത്തിലൂടെ പുറത്തു വരുന്നു. ശുക്ലശക്തി കൂടുമ്പോൾ കുഞ്ഞ് ആണായിത്തീരുന്നു. ശോണിതശക്തി കൂടുമ്പോൾ കുഞ്ഞ് പെണ്ണായിത്തീരുന്നു. ബീജാദാന കർമ്മം നടക്കുന്നത് ഒറ്റനാളുകളിൽ ആയാൽ കുട്ടി ആണും ഇരട്ടനാളുകളിലായാൽ കുട്ടി പെണ്ണും ആയിരിക്കും. ഗർഭസ്ഥ ശിശുവിന് 8 മാസം കൊണ്ട് മാംസപേശി, അവയവങ്ങൾ ഇവ രൂപപ്പെട്ടു വളരുന്നു.
9-ാം മാസത്തിൽ അതിന് പരിപൂർണ ജീവചൈതന്യം ലഭിക്കുന്നു. പ്രസവവേദന മാതാവിന് വിധി കൽപ്പിതമാണ്. എന്നാൽ മായാവിലാസം കൊണ്ട് സ്വന്തം കുഞ്ഞിൻ്റെ മുഖം ദർശിക്കുന്ന മാത്രയിൽ ആ വേദന മായുകയും ചെയ്യുന്നു. തികച്ചും അനിശ്ചിതവും നൈമിഷികവുമാണ് മാനുഷിക ജീവിതം. വിഷയസംബന്ധിയായ സൗഖ്യം കേവലം സ്വപ്നതുല്യമാണ്. ഈ നൈമിഷിക സുഖം മായാവിമോഹനമാണ്. പാമ്പ് തവളയെ എന്ന പോലെ കാലം ജീവജാലങ്ങളെ കടന്നു പിടിച്ചു വിഴുങ്ങുന്നു. വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം മറ്റൊരു ജന്മം. പ്രപഞ്ചത്തിലെ കോടാനുകോടി ജീവജാലങ്ങളുടെ വിധിയാണിത്. സ്വന്തം ദേഹത്തോട് ദേഹികൾക്ക് പ്രേമമുണ്ടാകുന്നതും മായാവിമോഹനത്താലാണ്. ലൗകിക ജീവിതത്തിൽ അധികം പ്രേമമുണ്ടാകുന്നവർക്ക് മോക്ഷം നേടുക എളുപ്പമല്ല. അതിനാൽ വിഷയകാര്യങ്ങളിലുള്ള ആസക്തി വെടിഞ്ഞ് തപശ്ചര്യയിലൂടെ ആത്മസൗഖ്യം നേടാനുള്ള സിദ്ധി നേടുകയാണ് വേണ്ടത്. അപ്പോൾ ദേഹം നശ്വരവും ദേഹി, അതായത് ആത്മാവ്, അനശ്വരവുമാണെന്ന ബ്രഹ്മജ്ഞാനം നേടാനാകും. ബ്രഹ്മജ്ഞാന സിദ്ധിക്കു വേണ്ടി പരാശക്തിയായ പ്രകൃതി മാതാവിനെ പൂജിച്ച് കഴിഞ്ഞുകൂടുകയാണ് ഏകമാർഗം എന്നു മനസ്സിലാക്കിയ ഹിമവാൻ ആ പരാശക്തിയെ ഭജിക്കേണ്ടതെങ്ങനെയെന്നു കൂടി പറഞ്ഞു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മോക്ഷം തേടുന്നവർ പരാശക്തിയുടെ രൂപം സദാ ധ്യാനിക്കുകയും ആ ശക്തിയുടെ മുമ്പിൽ അഹമെന്ന ഭാവം നിശേഷം ത്യജിക്കുകയും വേണം. പ്രപഞ്ചം മുഴുവൻ പരാശക്തിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. കാലമെത്തുമ്പോൾ ഇക്കാണുന്നതൊക്കെയും പരാശക്തിയിൽ തന്നെ ലയിക്കുന്നു. സകല ജീവജാലങ്ങളുടെയും ചലനശക്തി പരാശക്തിയാകുന്നു. ബുദ്ധിമാന്മാരിലെ ബുദ്ധിയും തേജസ്വികളിലെ തേജസ്സും ഭൂമിയുടെ മണവും ജലത്തിൻ്റെ രസവും ചന്ദ്രൻ്റെ കാന്തിയും സൂര്യൻ്റെ പ്രഭാവവും പരാശക്തിയാകുന്നു. ഗായത്രിയും ഓങ്കാരവും മറ്റൊന്നല്ല. പരാശക്തിയിൽ നിന്ന് വേറിട്ട് അണ്ഡകടാഹത്തിൽ മറ്റൊന്നില്ല. സൃഷ്ടിയുടെ സാക്ഷാത്കാരത്തിനു വേണ്ടി ഈ ആദിദേവത തൻ്റെ ആത്മസ്വരൂപത്തെ സ്ത്രീ എന്നും ശിവ, പുരുഷനെന്നും ശിവൻ രണ്ടാക്കി തിരിച്ചു. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ സൃഷ്ടിസ്ഥിതി സംഹാര നിർവഹണത്തിനുള്ള 3 ആത്മസങ്കല്പങ്ങൾ തന്നെ. പരാശക്തിക്ക് പല പല രൂപങ്ങളുണ്ട്, സൂക്ഷ്മവും സ്ഥൂലവുമായവ. അതിൽ ശക്തിരൂപമാണ് പ്രധാനം. പരാശക്തിയുടെ സ്ഥൂല രൂപഭാവമാണ് കാലാദികൾ. മോക്ഷാർത്ഥികൾ ആദ്യം പരാശക്തിയുടെ സ്ഥൂലരൂപത്തെയും പിന്നീട് സൂക്ഷ്മരൂപത്തെയും ധ്യാനിക്കണം. ദേവിയുടെ സ്ഥൂലരൂപങ്ങൾ പലതാണ്. മഹാകാളി, താര, ഷോഡശി, ഭൈരവി, ഭുവനേശ്വരി, ബകുള, ചിന്ന, മാതാംഗി, ത്രിപുര, ധൂമാവതി, ഇങ്ങനെ. ഇതിലേതു രൂപത്തെ ധ്യാനിച്ചാലും മതിയാകും. മനസ്സിനെ ഏകാഗ്രമാക്കി പരമഭക്തിയോടെ പരാശക്തിയെ ഭജിക്കുന്നവർ ജീവൻ മുക്തരായി തീരുകയും അവരുടെ കർമ്മബന്ധങ്ങൾ പാടെ ഒഴിയുകയും ചെയ്യും. ഇപ്രകാരം ഹിമവാൻ ഉന്നയിച്ച സംശയങ്ങൾക്കെല്ലാം ഉചിതമായ മറുപടി നൽകി അനുഗ്രഹിച്ച ശേഷം മഹാദേവി പഴയപടി കൊച്ചു കുഞ്ഞിൻ്റെ രൂപം കൈക്കൊണ്ട് ഒരു സാധാരണ ശിശുവിനെ പോലെ അമ്മയുടെ അംഗതലത്തിൽ വിളങ്ങി. 6-ാം നാളിലെ ഷഷ്ടിപൂജാ കർമ്മവും 10-ാം നാളിലെ പേരിടൽ കർമ്മവും ആഘോഷപൂർവ്വം നടത്തി ആ ധന്യദമ്പതികൾ നിർവൃതി അടഞ്ഞു. പാർവതി എന്ന് നാമകരണം ചെയ്യപ്പെട്ട ഹൈമവതി ഏവരുടെയും ഓമനയായി അവിടെ വളർന്നു വന്നു. ഓം ശ്രീ മഹാദേവ്യൈ നമഃ.